ഹായ്, എല്ലാവർക്കും നിലാവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ആയിട്ട് നമ്മുടെ നാടൻ ഇഞ്ചി കുറച്ച് വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടിയിരുന്നു. അപ്പോൾ ഈ തവണയും അതിൻ്റെ എണ്ണം കൂട്ടി നമ്മൾ ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെറിയൊരു പരീക്ഷണം ഉണ്ടായിരുന്നു. നമ്മൾ ഇഞ്ചി കൃഷിയിൽ നമ്മൾ ഗ്രോ ബാഗിൽ നമ്മൾ ഇത് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് പച്ചിലകൾ കൂടി ആഡ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമുക്ക് ഒരു ഇഞ്ചി പോലും കേടാവാതെ നല്ല വിളവ് കിട്ടി. ഒരു ഗ്രോ ബാഗിൽ തന്നെ ഒരു 2.5 കിലോ ഇഞ്ചിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2-2.5 കിലോ വെച്ചിട്ട് അത് കുഞ്ഞു ചാക്കായിരുന്നു, കുഞ്ഞു ഗ്രോ ബാഗ് കുഞ്ഞു ചാക്കിലുമായിരുന്നു ചെയ്തിരുന്നത്. 2 കഷ്ണം ചെറിയ ഇഞ്ചി നട്ടു കൊടുത്തിട്ട് നമുക്ക് 2.5 കിലോ ഇഞ്ചി നമുക്ക് വിളവെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ അതിൻ്റെ എണ്ണമെല്ലാം കൂട്ടി നമ്മൾ അന്ന് ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൂടി പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളുടെ ഈ ചാനലിലെ ബലമെന്ന് പറയുന്നത്. അപ്പം മറക്കല്ല ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ നോക്കണം. ഓരോ പറയുന്ന കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഇഞ്ചിയുടെ വിത്ത് ആദ്യം നമുക്ക് റെഡിയാക്കി എടുക്കാം. എങ്ങനെയാണ് ഇഞ്ചി വിത്ത് നമ്മൾ ഗ്രോ ബാഗിൽ വെക്കാൻ വേണ്ടി റെഡിയാക്കി എടുക്കാം എന്നുള്ളതെടുക്കാം. ഞാനിപ്പോൾ 1 മാസം മുമ്പായിരുന്നു ഇതിൻ്റെ വിളവെടുപ്പൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ആവശ്യങ്ങൾ കുറച്ചൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ സെയിൽ ചെയ്തു. അതിനുശേഷം കുറച്ച് നമുക്ക് നടാൻ വേണ്ടി കുറച്ച് ഇഞ്ചി നമ്മൾ കുറച്ചൊരു മണ്ണിലെടുത്തത് കുഴിച്ച് ഇട്ടിരുന്നു നമുക്ക് അത് നടാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ അതൊക്കെ കിളിച്ച് പൊങ്ങി. അന്നേരം നമുക്ക് സമയമായി. ഇപ്പോൾ ഏപ്രിൽ പാതിയായി, വിഷുവൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 2-3 മഴയൊക്കെ നമുക്ക് കിട്ടി. ഇപ്പം നമ്മൾ ഇഞ്ചി നട്ടുകൊടുക്കേണ്ട കറക്റ്റ് ടൈമാണ്. കാരണം ഇപ്പം നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ ജൂണൊക്കെ ആകുമ്പോൾ മഴയാവും. അപ്പോൾ അതിന് ഇഞ്ചിയെ കിളിച്ച് 1 മാസം എടുക്കും നമ്മുടെ ഇഞ്ചിയെ കിളിച്ച് വരാൻ വേണ്ടി. അപ്പം കിളുത്ത് വന്നതിന് മഴയൊക്കെ ആകുമ്പോൾ നല്ല അടിച്ച് പൊളിച്ച് ഉല്ലസിച്ചല്ല ആർത്ത് പടർന്ന് കയറി വരും. അപ്പോൾ അതാണ് നമുക്ക് ഇപ്പോഴത്തെ തന്നെ ഞാൻ വീഡിയോ ഇടാൻ കാരണം. ഇപ്പം എന്താ നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആർക്കാരും ഒരു 10-15 ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അവസാനത്തോടെയൊക്കെ ഇഞ്ചി നട്ട് തുടങ്ങിയാൽ നമുക്ക് ജൂൺ ആകുമ്പോൾ കിളുത്ത് വന്ന് നല്ല റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഈ വീഡിയോ ഇടാൻ വേണ്ടി കാരണം. ഞാനിപ്പം കുറച്ച് ഓൾറെഡി ചാക്കിലൊക്കെ വെച്ചു. കുറച്ച് ഗ്രോ ബാഗിൽ ഇന്നിപ്പോൾ നടന്നു. കുറച്ചുകൂടെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ അത് വീഡിയോ വെക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ ചാക്കിൽ ഞാൻ ഗ്രോ ബാഗിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എല്ലാം വീടിൻ്റെ മുകളിലാണ്. നല്ല വെയിൽ കിട്ടിയാൽ അത്രയും നല്ലതായിട്ട് നമുക്ക് വിളവ് ലഭിക്കും. പക്ഷേ ചാക്കിൽ ചെയ്താൽ നമുക്ക് വീടിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം കണ്ടമാനം ചൂടൊക്കെ അടിക്കുമ്പോഴത്തേന് ചാക്കൊക്കെ പെട്ടെന്ന് രവിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചാക്കിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം തറയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും എടുക്കാത്ത പോലെ. മുകളിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഗ്രോ ബാഗിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി വിത്തൊന്ന് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് ഞാൻ ഇഞ്ചി വിത്ത് എടുത്തിട്ട് അതിൻ്റെ വേരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ സ്യൂഡോമോണസ് ലൈനിൽ ഇട്ട് വെക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലേക്ക് വരും. ഇത് നമ്മുടെ സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന കണക്കിൽ വേണം കേട്ടോ മുക്കി വെക്കാൻ. ഇതിപ്പോൾ ഞാൻ 2 ലിറ്റർ വെള്ളം എടുത്ത് വെച്ച് 2 ലിറ്റർ വെള്ളത്തിൽ അപ്പം 40 ഗ്രാം. അപ്പോൾ ഒരു 20 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലത്തെ ഒരു സ്പൂണിൽ 2 സ്പൂണാണ് 20 ഗ്രാം വരുന്ന കണക്ക് കേട്ടോ. അങ്ങനെ 40 ഗ്രാം. കാരണം ഇത്രയും ഇഞ്ചി മുക്കി വെക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ 2 ലിറ്റർ വെള്ളത്തിൽ 40 ഗ്രാം സ്യൂഡോമോണസ് എടുത്തിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ഇങ്ങനെ മുക്കി വെക്കണം. നമുക്ക് വെക്കാം. എന്നിട്ട് വേണം നമുക്കിത് തണലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കിടക്കട്ടെ. 3/4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതെടുത്തിട്ട് തണലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഈ സ്യൂഡോമോണാസ് ഇല്ലാത്തവരുണ്ടല്ലോ, പച്ചച്ചാണകം ഉണ്ടല്ലോ, ഒരു പിടി പച്ചച്ചാണകം എടുത്തിട്ട് അത് കലക്കി അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ചാരവാരം ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളിതിൻ്റെ കൂടെ ചാരം നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പം ചാരം ഉപയോഗിക്കരുത്. അത്ര ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അധികം സസ്പെൻസ് ഒന്നും എടുക്കാതെ ആദ്യം തന്നെ കാര്യം പറഞ്ഞേക്കാം. നമ്മൾ ഇഞ്ചി കൃഷിയിൽ ലാസ്റ്റ് നമ്മുടെ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോൾ ആഡ് ചെയ്തിരുന്നത് നമ്മളിതാ ചീമക്കൊന്നയുടെ ഇലയും അതിൻ്റെ കൂടെ മെയിനായിട്ട് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയുമാണ് നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു മൂട് പോലും അഴുകി പോവാതെ നമുക്ക് കിട്ടി. നമ്മൾ ഇട്ട് കൊടുത്ത വളത്തിനൊക്കെ നമുക്ക് കാര്യമായിട്ട് നമുക്ക് അതിന് റിസൾട്ട് കിട്ടി. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ. അപ്പോൾ ഇതാണ്ട് നമ്മുടെ വിത്തുകളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്യൂഡോമോണസ് ലൈൻ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ബാക്കിയൊക്കെ സെറ്റാക്കിയത് കല്ലിലൊക്കെ പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ വിത്തൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഈ കിളിപ്പം ഞാൻ കളഞ്ഞില്ല കേട്ടോ. ഇത് അതിൽ കിളിച്ച് നിന്നിരുന്ന അതേപടി അങ്ങ് എടുത്തു. അല്ലാതെ അതിൻ്റെ വേരുകളൊക്കെ കളഞ്ഞ് നല്ല സൂപ്പറാക്കിയാണ് വെച്ചേക്കുന്നത്. നമ്മൾ വിത്ത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ നോക്കണം ഒരു വിത്ത് എന്ന് പറയുക, ഒരു ഇഞ്ചിയുടെ ഒരു വിത്ത് നമ്മൾ നടുമ്പോൾ അതൊരു 15-20 ഗ്രാമെങ്കിലും, അത് മാക്സിമം 30
50 ഗ്രാം, മിനിമം 15 ഗ്രാമെങ്കിലും തൂക്കമുള്ളതായിരിക്കണം കേട്ടോ. നല്ല വിത്ത് നോക്കി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി. നാടൻ ഇഞ്ചി മാർക്കറ്റിലൊക്കെ കിട്ടും. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അതിങ്ങനെ കളയാതെ വെച്ചേക്കുകയാണ്. നമ്മൾ വിത്തിന് വേണ്ടിയൊക്കെ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. കണ്ടു, ഇതിനൊക്കെ മുളയൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ നല്ല വിത്ത് നോക്കി തന്നെ തിരഞ്ഞെടുക്കണം. കേടൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. അപ്പോൾ എന്തെങ്കിലും കീടബാധ അങ്ങനെയൊക്കെ ഉള്ളത് പോകാൻ വേണ്ടിയാണ് നമ്മൾ സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ ഇനിയും ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഗ്രോ ബാഗ് കാണിച്ചു തരാം. ഗ്രോ ബാഗ് ഞാൻ ഓൾറെഡി എല്ലാം ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചേക്കുവാണ്. ഒരെണ്ണം ഞാൻ കാണിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ട് നമുക്ക് വിത്ത് കൊണ്ട് കുഴിച്ച് വെക്കാം. ഞാൻ ഇത്തവണ ഇഞ്ചി ഉണ്ടല്ലോ ചാക്കിൽ വെച്ചിട്ടുണ്ട്, നമ്മുടെ സാധാ ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ HDP ഗ്രോ ബാഗ് കൂടെ നമ്മൾ ഇച്ചിരി ഓർഡർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതെന്തായാലും ഒരു 6-7 വർഷം ഉറപ്പാണ്, ഒരു ഗ്യാരണ്ടി ഉറപ്പാണ്. നമുക്ക് ഒത്തിരി തവണ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് 16x6 സൈസാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വിസ്താരമുണ്ട്. നമുക്കൊരു 3 വിത്തെങ്കിലും ഒന്നിനകത്ത് വെക്കാൻ സാധിക്കും. അത്യാവശ്യം വളങ്ങളിട്ട് കൊടുക്കാനും പൊതയിട്ട് കൊടുക്കാനും ഒക്കെ നല്ല വീതിയും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് നല്ല വിശാലമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗ്രോ ബാഗാണ് ഞാൻ ഇത്തവണ കൂടുതലും ഇതിനകത്താണ് ഞാൻ ഇഞ്ചി വിത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോഴല്ലോ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കരിയിലയാണ് നമ്മൾ ഫസ്റ്റ് നിറയ്ക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരു 3/4 ഭാഗം നിറച്ച് വെച്ചാൽ നമ്മൾ താക്കുമ്പോൾ 1/2 എങ്കിലും ആവത്തുള്ളൂ. അപ്പോൾ അത്രയും നമ്മൾ നിറച്ച് ഫില്ല് ചെയ്യണം. അതായത് ഈ ഒരു ഗ്രോ ബാഗിൽ പകുതി ഭാഗവും നമ്മൾ ആദ്യം കരിയില വെച്ചിട്ട് ഫില്ല് ചെയ്യുക കേട്ടോ. കാരണം എത്രയും നല്ലതാണ്. കരിയിലയിൽ അറിയാമല്ലോ എന്തൊക്കെയാണ് കാർബണും നൈട്രജൻ്റെയും ഒക്കെ കണ്ട് നന്നായിട്ട് അടങ്ങിയിരിക്കുക നമ്മുടെ കരിയില കമ്പോസ്റ്റൊക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ വളമായിട്ട്, അതായത് 2 മാസം കഴിയുമ്പോൾ നമ്മൾ കൂടുതലും ഈ കരിയില കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ജൈവപരമായ രീതിയിലാണ് നമ്മുടെ കൃഷിയെല്ലാം ചെയ്യുന്നത്. പച്ചക്കറി കൃഷികളെല്ലാം ജൈവപരമായ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ അങ്ങനെ തന്നെയാണ്, ഇഞ്ചി കൃഷി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കരിയിലയാണ്. അതിന് മുകളിലേക്ക് നമ്മൾ പച്ചിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചിലയുടെ ഈ സംഭവമാണ് മിക്കവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് പച്ച എന്നുള്ളത്. നമ്മുടെ ഈ പറമ്പുകളിലെല്ലാം ഇങ്ങനെ വളർന്നു നിൽക്കുന്ന റോഡരികളിലെല്ലാം ഇഷ്ടംപോലെ കാണുന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നുള്ളത്. ഇതിനുണ്ടല്ലോ ഒരു ആൻറ്റി റിപ്പലൻ്റ് ഏജൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾക്ക് ഈ ഇഞ്ചി കൃഷിയിലൊക്കെ മെയിനായിട്ട് ഉണ്ടാകുന്നതാണ് മൂട് ചീയലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ കീടാക്രമണത്തെയൊക്കെ ചെറുത്ത് നിൽക്കാൻ ഒത്തിരി കഴിവുള്ള ഒരു സംഭവമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല എന്ന് പറയുന്നത്. ഇതിൻ്റെ തണ്ടൊന്നും വേണ്ട, നമ്മൾ ഇലയായിട്ടാണ് എടുത്തത്. തണ്ടൊക്കെ വെച്ചാൽ ഇനി കിളിച്ച് വന്നാലോ, അപ്പോൾ നമ്മൾ ഇലയാണ് ഇതിൻ്റെ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചീമക്കൊന്നയുടെ ഇല, കീടങ്ങളെയൊക്കെ തുരത്താൻ വേണ്ടി നമ്മൾ ഇതിട്ടാണ് മിക്കതും ജൈവ കീടനാശിനികളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ചീമക്കൊന്നയുടെ ഇലയാണ്. അപ്പോൾ അതും ബെസ്റ്റാണ്, നമ്മളെ ഈ ഇഞ്ചി കൃഷിക്ക് ബെസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഞ്ചിയൊന്നും മൂട് ചെയ്യലോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ എന്തിനാണ് മിക്ക ഗ്രോ ബാഗിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ വേപ്പൻ മണ്ണാക്ക് ഉപയോഗിക്കാറുണ്ട്. അതെന്താണ് ഈ മൂട് ചെയ്യലൊക്കെ വിറ്റാമിൻ്റെയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് ഈ ഇലകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രോ ബാഗ് ഫില്ല് ചെയ്തപ്പം ചെറിയ അളവിലെ വേപ്പൻ മണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ പൊതയായിട്ട് ഇട്ട് കൊടുക്കുന്നതും അടിവളമായിട്ട് എല്ലാം ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഈ ഇലകളാണ് ഇട്ട് കൊടുക്കുക. എത്രയും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ ഞാൻ ഇതിനകത്ത് പല ഇലകളും ഉണ്ട്. അതുമാത്രമല്ല ധൃതരാഷ്ട്രപ്പച്ച, അതിൻ്റെ ഇലകൾ വരെ ഇതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം നല്ലതാണ്. ഉള്ള പോലെ ചെയ്യുക. ഇൻ കേസ് ഇപ്പോൾ ടൗണിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളുള്ള പോലെ ചെയ്താൽ മതി. കരിയില കൊണ്ട് കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ മണ്ണും അതുപോലെ ചകിരിച്ചോറും ഒക്കെ ഇട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം വീട്ടമ്മമാർക്കൊക്കെ സ്ഥലപരിമിതി ഉള്ളവരാണെങ്കിൽ ഗ്രോ ബാഗ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെല്ലാം ഇട്ടിട്ട് ചെയ്താൽ മതി. രാവിലെ ഞാൻ പോയി ഒരു ചാക്കാണ് കൊണ്ടുവന്നത്. നമുക്കിതെല്ലാം നിറയ്ക്കാനും അതുപോലെ നേരത്തെ നിറച്ചതിനൊക്കെ കുറച്ച് പൊതയിട്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഞാനിത് രാവിലെ കളക്ട് ചെയ്യുമായിരുന്നു കേട്ടോ. എൻ്റെ പണി അതായിരുന്നു. അപ്പം നമ്മൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ആദ്യം കരിയില ഇട്ടു, അതിന് മുകളിലേക്ക് നമ്മൾ ഈ പച്ചിലകൾ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് നമ്മളെ വളക്കൂട്ട് റെഡിയാക്കുവാണ്. മണ്ണും വളങ്ങളും എല്ലാം കൂടെ അടുത്ത് മിക്സ് ചെയ്യാമേ. നമ്മൾ ഇഞ്ചി കൃഷിക്ക് വേണ്ടിയൊക്കെ നമ്മൾ മണ്ണെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മണ്ണിൻ്റെ pH ഒക്കെ ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ ഇഞ്ചി കൃഷിക്ക് വേണ്ടി എടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. കുമ്മായം എടുക്കാം, ഡോളോമൈറ്റ് എടുക്കാം, അതല്ല പച്ചക്കക്ക ഉപയോഗിക്കാം. പച്ചക്കക്ക പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൃഷി ചെയ്ത് നട്ടു കൊടുക്കാവുന്നതാണ്. അതല്ല ഡോളോമൈറ്റ് ആണെങ്കിൽ ഒരു 5-6 ഡേയ്സ് ഒക്കെ നമ്മൾ ഇട്ട് വെക്കണം. കുമ്മായമാണെങ്കിൽ 15 ദിവസമെങ്കിലും ഇട്ട് വെച്ചതിന് ശേഷം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്.
ഞാൻ എൻ്റെ പച്ചക്കറി കൃഷിക്ക് എല്ലാം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഡോളോമേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, കൃഷിഭവനിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ എടുക്കുന്നതെല്ലാം കുമ്മായ വിട്ട മണ്ണാണ് കേട്ടോ എടുക്കുന്നത്. പച്ചക്കക്കായുടെ പൊടിയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചെടികൾ നട്ടു കൊടുക്കാം. കുമ്മായിട്ട് അന്നേരം തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല, ചെടികളൊക്കെ നശിച്ചു പോവും, അതൊക്കെ ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 10-15 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കുമ്മായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇവിടെ നേരത്തെ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഗ്രോ ബാഗ് ഇത്രയും വലിയ ഗ്രോ ബാഗ് ഇത് എടുക്കുമ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ല, കാരണം ഇതിൻ്റെ പാതി ഭാഗം കരിയിലയും പച്ചരികളുമാണ് നിറച്ചേക്കുന്നത്. പിന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ നമ്മൾ മണ്ണും അതുപോലെ വളങ്ങളെല്ലാം കൂടി ഇടുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റി വെക്കാനൊക്കെ. ഇപ്പം ഇത് കിളിച്ച് വന്നു കഴിഞ്ഞാൽ നല്ല വേറുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കണം ഇത്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെയിറ്റ് ഒട്ടും ഇല്ലാതാണ് നമ്മൾ ഗ്രോ ബാഗൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇത്തിരി പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതങ്ങനെ ആയിരിക്കും എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഈ മണ്ണിലേക്ക് ഇനി നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു 3/4 കിലോ ഒക്കെ ആവാം കേട്ടോ. ഒരു സാമാന്യ വലുപ്പമുള്ള ഗ്രോ ബാഗാണ്. അപ്പോൾ ഒരു 3/4 കിലോ നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ എല്ലുപൊടി ഇട്ട് കൊടുക്കാം. ഇതാ വേപ്പും പിണ്ണാക്ക്. ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ. മണ്ണ്, ചകിരിച്ചോറുണ്ട്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഈ വിത്ത് നടുമ്പം ചാണകപ്പൊടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, പച്ചച്ചാണകം ഉപയോഗിക്കില്ല. കാരണം നമ്മൾ ഇച്ചിരി വിത്ത് കിളിച്ച് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ പച്ചച്ചാണകമാണ് കലക്കി മെയിനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മളിത് നിറയ്ക്കുമ്പോൾ നമ്മൾ ചാണകപ്പൊടി മാത്രം വേണം ഉപയോഗിക്കാൻ കേട്ടോ. നമ്മൾ ഇത്രയും ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ അകത്തോട്ട് നമ്മൾ അടുത്തതായിട്ട് ഈ മണ്ണിട്ട് കൊടുക്കുക. നമ്മൾ വളമായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മണ്ണിട്ട് കൊടുക്കുക. നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ. ഇത്രയും വളങ്ങളും ഇങ്ങനെ നമ്മൾ ഈ വിത്ത് നടുമ്പോൾ നമ്മൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നല്ല രീതിയിൽ ഇഞ്ചിയുടെ വിളവ് ലഭിക്കും കേട്ടോ. നടുമ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ച് കൊടുത്തേച്ചാൽ മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ, വെയിറ്റ് എന്ന് പറയുന്നതല്ല, ഒറ്റക്കായ്ക്ക് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. വെയിറ്റ് ഇല്ല, അപ്പം നമുക്ക് എങ്ങോട്ട് വേണേലും അത് മാറ്റി വെക്കാനൊക്കെ സാധിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയുടെ വിത്ത് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, നല്ല മുള വന്നിട്ടുള്ള ഈ വിത്താണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ചിലരൊക്കെ ഈ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോൾ ചാരം കൂടി ആഡ് ചെയ്യാറുണ്ട്. ചാരം ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നമ്മളിപ്പോൾ സ്യൂഡോമോണാസ് ലൈനിലൊക്കെ മുക്കി വെക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാരം അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പാടില്ല. അല്ലാതെ നമ്മൾ ചാരത്തിൽ മുക്കി വെക്കുകയോ അല്ലെങ്കിൽ ചാണകവെള്ളത്തിൽ മാത്രം മുക്കി വെച്ചിട്ട് ആ വിത്ത് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ചാരം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം, നല്ലതാണ്. അപ്പോൾ ഇപ്പം ഞാനത് ചെയ്യാത്തത് എന്നാന്ന് വെച്ചാൽ ഇത് സ്യൂഡോമോണാസ് ലൈനിൽ മുക്കി വെച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വിത്ത് ഇട്ട് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ ഇച്ചിരി സ്യൂഡോമോണാസ് ലൈനെയൊക്കെ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ വിത്ത് മുളച്ച് വന്നതിന് ശേഷവും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ വിത്തുകളൊക്കെ വേറെ യാതൊരു കീടബാധയും കൂടാതെ നമുക്കത് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ സാധിക്കും. നമുക്ക് വിത്ത് നട്ടു കൊടുക്കാം. മണ്ണിൽ കുറച്ച് കൈവച്ച് ഇങ്ങനെ മാറ്റിയിട്ട് ഈ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മളിതിൻ്റെ മുകളിൽ ഇത്തിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മണ്ണ് ഇട്ട് കൊടുത്താലും മതി, അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ അതും ബെസ്റ്റാണ്. നമുക്ക് ചാണകപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ മൂടി കൊടുക്കാം. പോലെ അടുത്ത വിത്ത് നട്ട് കൊടുക്കാം. സാമാന്യം നല്ല വലുപ്പമുള്ള നല്ല വിത്താണ്. അതുകൊണ്ട് ഞാൻ 2 വെക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഗ്രോ ബാഗിൽ 2 വിത്തേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചി വിത്ത് നടിയിൽ. ഇനി ഇതിന് മെയിനായിട്ടുള്ള കാര്യം പൊതയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പൊതയിട്ട് കൊടുക്കാൻ നമുക്ക് ഒന്നെങ്കിൽ കരിയില തന്നെ ഇട്ട് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചിലകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചീമക്കൊന്നയുടെ ഇലയാണ് പൊതയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കരിയില ഇട്ട് കൊടുത്താൽ മതി. കരിയിലയാകുമ്പോൾ നമുക്കിവിടെ പറങ്ങാവിൻ്റെ ഇലയും പ്ലാവിൻ്റെ മാവിൻ്റെയും പെട്ടെന്ന് പൊടിയുന്ന കരിയിലാണ് അത്ര നല്ലതാണ് കേട്ടോ. മാവിൻ്റെയും പ്ലാവിൻ്റെ കരിയിലൊക്കെ പെട്ടെന്ന് പൊടിയുന്ന സംഭവമാണ്. ചില റബ്ബറിൻ്റെ ഒക്കെ ഇലയാണെങ്കിൽ പൊടിഞ്ഞ് വരാൻ താമസം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കി ഇട്ട് കൊടുത്താൽ, അടിവളമൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ ബെസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇതാ ഫൈനൽ നമ്മുടെ പൊതയോട് ഇട്ട് കൊടുക്കുവാണ്. ഈ വെച്ചേക്കുന്നതിനകത്തൊക്കെ ഞാൻ ഇനി നടാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം നടുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് നട്ട് വീഡിയോ എടുക്കുമ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി 1 month ഒക്കെ എടുക്കും നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് കിളിച്ച് വരാണ്. കിളിച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കാം. ചാണകത്തിൻ്റെ സ്ലറി ആയാലും അതുപോലെ നമ്മൾ വീട്ടിൽ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതിൻ്റെ സ്ലറികളൊക്കെ കിട്ടും. അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. ഒരു 6 മാസം ആകുമ്പോൾ നമുക്ക് വെള്ളം എടുത്ത് തുടങ്ങാം. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെ ഗ്രോ ബാഗ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. കാരണം അത്യാവശ്യം കുക്കിങ്ങിനെ കയറുമ്പോൾ ഇച്ചിരി ഇഞ്ചി വേണമെങ്കിൽ അതിൽ പോയി തോണ്ടി മന്തി എടുക്കാനൊക്കെ തന്നെ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഈ ഗാർഡനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലെ നമ്മൾ ഇങ്ങനത്തെ ഗ്രോ ബാഗ് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതുകൂടെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നല്ല രസമായിരിക്കും. നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഇതുപോലൊക്കെ ഇഞ്ചി കൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ വെള്ളം എടുക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ഇന്നിപ്പോൾ ഇത്രയും ഒരു 8 ഗ്രോ ബാഗൊക്കെ റെഡിയാക്കി. കഴിഞ്ഞ ദിവസം ചാക്കിൽ ഒരു 10-12 റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെറിയ ഗ്രോ ബാഗാണ്, 12x12 സൈസ് ഉണ്ട്. അതിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കാൻ ഒരു 10-50 ഗ്രോ ബാഗ് ഇങ്ങനെ സെറ്റാക്കി വെക്കാറുണ്ട്. നമുക്ക് ഒരുമിച്ച് അതിനകത്ത് വെള്ളമെടുപ്പ് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ഞാൻ ഷോർട്ട്സായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ അടുത്ത 1 മാസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ വളം ചെയ്യുന്നതൊക്കെ നമ്മൾ ഷോർട്ട്സായിട്ടൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.